It's such a great thing to be in the presence of the Lord. ദൈവസന്നിധിയിലേക്ക് വരിക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. It's such a great thing to be in the presence of the Lord. ദൈവസന്നിധിയിൽ ആയിരിക്കുക എന്നുള്ളത് മഹത്തായ കാര്യമാണ്. When Moses was speaking to the Lord, കർത്താവിന്റെ സന്നിധിയിൽ മോശ ഇരുന്ന് സംസാരിച്ചപ്പോൾ Moses said to the Lord, കർത്താവിനോട് മോശ ഇങ്ങനെ പറഞ്ഞു, Lord, let your presence go with us. കർത്താവേ, തിരു സാന്നിധ്യം അടിയങ്ങളുടെ കൂടെ വരട്ടെ. Lord, let your presence go with us. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം കൂടെ വരട്ടെ. And the logic and the reason that he gave behind that was very important. കർത്താവ് നമുക്ക് നൽകുന്ന ഈ ദർശനത്തിന് ഒരു പ്രാധാന്യമുണ്ട്. And he said, Lord, your presence is the thing that separates us from the people of the world. മോശ പറഞ്ഞു, ദൈവമേ, അങ്ങയുടെ സാന്നിധ്യമാണ് മറ്റുള്ള ജനത്തിൽ നിന്ന് ഞങ്ങളെ വേർതിരിക്കുന്നത്. What is the difference between us and the people of the world? ദൈവത്തിന്റെ ജനത്തിനും ലോകത്തിലെ ജനം തമ്മിൽ എന്താണ് വ്യത്യാസം? They have the armies. അവർക്ക് സൈന്യങ്ങളുണ്ട്. They have the horses. അവർക്ക് കുതിരകളുണ്ട്. They have bow and arrows. അവർക്ക് അമ്പും വില്ലുമുണ്ട്. They have spears and swords. അവർക്ക് കുന്തമുണ്ട്, വാളുണ്ട്. We have the presence of God. നമുക്ക് ദൈവ സാന്നിധ്യമുണ്ട്. We have the presence of God. നമുക്ക് ദൈവത്തിന്റെ അടുപ്പമുണ്ട്. We have the presence of God. നമുക്ക് ദൈവ സാന്നിധ്യമുണ്ട്. And that makes us different from other people. അതാണ് മറ്റുള്ളവർ നമ്മെ വ്യത്യസ്തരാക്കുന്നത്. That makes us different from other people. അതാണ് മറ്റുള്ളവർ നമ്മെ വ്യത്യസ്തരാക്കുന്നത്. And that is what Moses said to God. അതുകൊണ്ടാണ് മോശ ദൈവത്തോട് പറഞ്ഞത്, Lord, go with us. കർത്താവേ, അങ്ങ് കൂടെ വരണം. Lord, go with us. അങ്ങ് ഞങ്ങളുടെ കൂടെ വരണം. Without your presence, I'm not going to set my foot out. അങ്ങയുടെ സാന്നിധ്യമില്ല എങ്കിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. Lord, go with us. കർത്താവേ, കൂടെ വരണം. That is exactly what Moses prayed. അതായിരുന്നു മോശയുടെ പ്രാർത്ഥന. People of God, let this be a prayer this morning. ദൈവജനമേ, നാം ഇന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. Let us move to the word of God. നമുക്ക് ദൈവവചനത്തിലേക്ക് കടക്കാം. I'm going to speak from Matthew chapter 15. മത്തായി സുവിശേഷം 15-ാം അധ്യായത്തിൽ നിന്ന് Matthew 15:21 onwards. അതിന്റെ 15-21 മുതൽ. This is one of the very important passages of the word of God. ഇത് ദൈവവചനത്തിൽ ആകമാനമുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൂതത്രേ. This is one of my favorites as well. ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ദൂതമാണ്. This is considered to be a difficult passage of the word of God. അല്പം കഷ്ടതയേറിയ കഠിനമായ ദൈവദൂതായിട്ടാണ് But as കരുതപ്പെടുന്നത്. we dive deeper into the word of God, എങ്കിലും നാം ദൈവവചനത്തിലോട് അടുത്തു വരുന്ന we see ജനമാകയാൽ certain things which are so beautiful. ഇത് നമുക്ക് വളരെ മനോഹരമായ ദൂതായി We തീരും. can see the beauty of our Redeemer Jesus. നമ്മുടെ വീണ്ടെടുപ്പുകാരനായ യേശുവിന്റെ മനോഹരത്വം ഇവിടെ നമുക്ക് കാണാൻ Matthew കഴിയും. chapter 15 verse 21. മത്തായി 15-21. Leaving that place, Jesus withdrew to the region of Tyre and Sidon. യേശു അവിടെ വിട്ട് സോർ സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് A വാങ്ങിപ്പോയി. Canaanite woman from the vicinity came to him crying out, Lord, son of David, have mercy on me. ആ ദേശത്തൊരു കനാനി സ്ത്രീ വന്ന് അവനോട്, കർത്താവേ, ദാവീദ് പുത്രനോട് കരുണ തോന്നണമേ. My daughter is suffering terribly from demon possession. എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കും നിലവിളിച്ചു പറഞ്ഞു. And Jesus did not answer a word. അവൻ അവളോട് ഒരു വാക്ക് ഉത്തരം പറഞ്ഞില്ല. So his disciples came to him and urged him, send her away, for she keeps crying out after us. അവന്റെ ശിഷ്യന്മാർ അടുക്കവൻ, അവൾ നമ്മുടെ പിന്നെ നിലവിളിച്ചു കൊണ്ടുവരുന്നു, അവളെ പറഞ്ഞയക്കണമേ. He answered, അതിന് അവൻ, I was sent only to the lost sheep of Israel. ഇസ്രായേൽ ഗൃഹത്തിൽ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ല, അതെന്നെ അയച്ചിട്ടില്ല. The woman came and knelt before him. എന്നാൽ അവൾ വന്ന് മുട്ടുകുത്തി, Lord, help me, കർത്താവേ, എന്നെ സഹായിക്കണമേ she said. എന്ന് പറഞ്ഞു. He replied, അവൾ പറഞ്ഞു, it is not right to take the children's bread and toss it to their dogs. അവന് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്ന നല്ലതല്ല എന്ന് ഉത്തരം പറഞ്ഞു. Yes, Lord, she said. അതിന് അവൾ, അതേ കർത്താവേ, But even the dogs eat the crumbs that fall from their master's table. നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് Then പറഞ്ഞു. Jesus answered, Woman, you have great faith. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, Your request is granted. നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് And പറഞ്ഞു. her daughter was healed from that very hour. ആ നാഴിക മുതൽ അവന്റെ മകൾക്ക് സൗഖ്യം വന്നു. Let us pray. നമുക്ക് പ്രാർത്ഥിക്കാം. Father, in the name of Jesus, പിതാവേ, കർത്താവ് യേശുവിന്റെ നാമത്തിൽ we come before you. തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ We വരുന്നു. bow down before you. തിരുമുമ്പിൽ ഞങ്ങൾ തലകളെ വണങ്ങുന്നു. And Lord, we are not here to hear man's voice. കർത്താവ്, ഏതെങ്കിലും വ്യക്തികളുടെ വാക്ക് കേൾക്കുവാനല്ല, We are here to hear your voice. അങ്ങയുടെ ശബ്ദം കേൾപ്പാനായി തന്നെ ഞങ്ങൾ Speak to വന്നിരിക്കുന്നു. us. ഞങ്ങളോട് സംസാരിച്ചോ. Take hold of me. എന്റെ നിയന്ത്രണം ഏറ്റുകൊള്ളണം. Take hold of my translator. പരിഭാഷകനെ നിയന്ത്രണം ഏറ്റുകൊള്ളണം. Take hold of all of us. ഇവിടെയുള്ള എല്ലാവരുടെയും നിയന്ത്രണം We bring കൈക്കൊള്ളണം. our hearts in front of you. കർത്താവ്, അങ്ങയുടെ ഹൃദയം തുറന്നവരായ Every chain that is around us be broken right now in Jesus' ഈ name. ജനത്തിന്റെ മേലുള്ള സകല ബന്ധങ്ങളെ ഇപ്പോൾ അറ്റുപോകട്ടെ. And open our ears. ഇവരുടെ ഹൃദയങ്ങളെ അങ്ങ് തുറക്കണം. Open our hearts. അവരുടെ ചെവികളെ തുറക്കണം. Open our minds. അവരുടെ മനസ്സ് തുറക്കണം. Speak to us. ഞങ്ങളോട് Take സംസാരിക്കണം. my mouth and speak to us. എന്റെ അധരങ്ങളെ അങ്ങെടുത്ത് സംസാരിക്കണം. Submit to you, Lord.
സമർപ്പിക്കുന്നു In കർത്താവേ, Jesus' name. യേശുവിന്റെ നാമത്തിൽ. Amen. ആമേൻ. My message this morning is titled Bread from the Master's Table. ഇന്നത്തെ എന്റെ ദൂതിന്റെ ചിന്താവിഷയം ഉടയവന്റെ മേശയിൽ നിന്നുള്ള അപ്പക്കഷ്ണം. Bread from the Master's Table. ഉടയവന്റെ മേശയിൽ നിന്നുള്ള അപ്പനുറുക്കുകൾ. And let me give you a backdrop of what had happened here. ഇവിടെ സംഭവിച്ചതിന്റെ ഒരു പശ്ചാത്തലം ഞാൻ വിവരിക്കാം. Jesus is spending time with his disciples now. യേശു തന്റെ ശിഷ്യന്മാരോട് കൂടെ സമയം ചെലവഴിക്കുന്നു. And he has taken them on a walk for around 50 miles. ഒരു 15 മൈൽ ദൂരത്തേക്ക് അവരെ യേശു വിളിച്ചോണ്ട് പോയി. If you look at the geography of Israel, Tyre and Sidon are two cities which are on the northwest of Israel. ഇസ്രായേൽ ഭൂപടം നോക്കിയാൽ അതിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള രണ്ട് പ്രദേശമാണ് സോറും സീദോനും. They are on the northwest and about 50 kilometers or 50 miles away. ഒരു 15-50 മൈലുകൾക്ക് അപ്പുറത്തുള്ള പട്ടണത്തിലേക്കാണ് ഇവർ And at പോയിരിക്കുന്നത്. that time what we see is Jesus was not going on a horse, but they took a walk, a long walk. ആ കാലത്ത് യേശു കുതിരപ്പുറത്തായിരുന്നില്ല സഞ്ചരിച്ചത്, മറിച്ച് അവർ നടന്ന് കാൽനടയായിട്ട് പോയി. The disciples got a rare opportunity to walk and spend time with the Lord. കർത്താവിനോടൊപ്പം നടന്ന് ചിലവഴിക്കാൻ കഴിയുന്ന ഒരു അവസരവും ശിഷ്യന്മാർ വിട്ടുകളഞ്ഞില്ല. They were going to be alone at this place. അവർ മാത്രമായി ആ സ്ഥലത്തേക്ക് പോയി. Jesus is looking for some privacy to spend time with his people. ഈ തന്റെ ശിഷ്യന്മാരുമായി അല്പസമയം സ്വകാര്യമായി ചിലവഴിക്കാൻ യേശു ഒരു സ്ഥലം അന്വേഷിച്ചു. To train them for the coming cross, the resurrection and his going out of this world. വരാനുള്ള യേശുവിന്റെ മരണ പുനരുത്ഥാനങ്ങളെ നേരിടുവാൻ വേണ്ടി അവരെ പരിശീലിപ്പിക്കേണ്ടതുണ്ട്. This is going to be a very intense time with them. അവരെ സംബന്ധിച്ച് വളരെ കാഠിന്യമേറിയ സമയമാണ് വരാൻ പോകുന്നത്. He is going to spend one-to-one time with them, not with the crowd but personally with them. ജനക്കൂട്ടത്തോട് പൊതുവായിട്ടുള്ള വ്യക്തിപരമായി ഓരോരുത്തരോടും യേശുവിന് ചില കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിക്കാനുണ്ട്. It's a very important time for the disciples. ശിഷ്യന്മാരെ സംബന്ധിച്ച് അതിപ്രധാനമുള്ള സമയമാണിത്. And what we see is while he is there, ഇവിടെ നാം കാണുന്നു അവൻ അവരോടൊപ്പം ആയിരുന്നപ്പോൾ, while he reached there, a Canaanite woman from the vicinity came to him. അവിടെ എത്തിയപ്പോൾ കനാന്യ സ്ത്രീ ഒരുത്തി അവിടത്തേക്ക് വന്നു. And this is in the book of Matthew. ഇത് മത്തായിയുടെ സുവിശേഷത്തിലുള്ള സംഭവമാണ്. Mark says she was a Syrophoenician woman of a Greek origin. മർക്കോസ് എഴുതുമ്പോൾ ഇപ്രകാരം അവർ സൊറഫോന്യക്കാരിയായ ഗ്രീക്ക് യുവതി എന്ന് എഴുതിയിരിക്കുന്നു. She was not a Jew. അവൾ യഹൂദയല്ല. She was not from the clan. അവൾ യഹൂദ ഗോത്രത്തിൽപ്പെട്ടതല്ല. She was an outsider. അവൾ അതിന് പുറമേ ഉള്ളവളാണ്. The Jewish people did not like the Greek people. യഹൂദന്മാർക്ക് ഗ്രീക്ക് ജനതയെ കണ്ടുകൂടാ. The Jewish people did not like the Gentiles. ജാതികളെ കുറിച്ച് യഹൂദന്മാർക്ക് വെറുപ്പാണ്. The Jewish people had the idea that the salvation was only for them. യഹൂദന്മാർ കരുതിയിരുന്ന രക്ഷ തങ്ങൾക്ക് മാത്രമുള്ളത് എന്നാണ്. They did not like the idea of salvation for the Gentiles. ജാതികൾക്കുള്ള രക്ഷയെക്കുറിച്ചുള്ള ആശയം അവർക്ക് അന്യമായിരുന്നു. You might ask me, how do you say that? നിങ്ങൾ ചോദിക്കാം, എങ്ങനെ ഇത് പറയാൻ കഴിയും? Do you remember the story of Jonah? നിങ്ങൾ യോനയുടെ കഥ ഓർമ്മിക്കുന്നില്ലേ? The Lord sent Jonah to go to Nineveh. യഹോവ യോനയോട് പറഞ്ഞു നിനവയിലേക്ക് പോകണം. And the Lord sent him there in order for the people of Nineveh. നിനവയിലെ ജനത്തെ രക്ഷിപ്പാനാണ് യോനയെ അവിടേക്ക് അയച്ചത്. Jonah was upset with the Lord. എന്നാൽ യോനക്ക് അത് ഇഷ്ടമായില്ല. He said that, Lord, you are a gracious God, you are a God of mercy. യോന പറഞ്ഞു, കർത്താവേ, അങ്ങ് മഹാകരുണയും ദയയുള്ളവനല്ലോ. He preached there. ഞാൻ അവിടെ പ്രസംഗിക്കാൻ പോയാൽ First he went to a different place. മറിച്ച് അവൻ മറ്റൊരു സ്ഥലത്തേക്ക് പോയി. God brought him back there. പക്ഷെ ദൈവം അവനെ മടക്കി കൊണ്ടുവന്നു. But when he preached there for 40 days and 40 nights, അവൻ 40 പകലും 40 രാത്രിയോടെ പ്രസംഗിച്ചു. he was hoping that Nineveh would be destroyed. യോന കരുതിയത് നിനവ ഈ പ്രസംഗം കേട്ട് നശിച്ചു പോകുമെന്നാണ്. That was his hope. അതായിരുന്നു അവന്റെ ഉള്ളിലെ വിചാരം. This is one preacher that I find who is preaching in order for the people to be lost and destroyed. തന്റെ പ്രസംഗം കേട്ട് ജനം നശിച്ചു പോകട്ടെ എന്ന് വിചാരിച്ച ഒരു പ്രസംഗകൻ ഈ യോനയായിരിക്കും. Every preacher wants people to be saved, but this man wanted his people, his audience to be destroyed. എല്ലാ പ്രസംഗകരും കരുതുന്നത് തന്റെ പ്രസംഗം കേട്ട് ജനം രക്ഷയിലേക്ക് വരണമെന്നാണ്. യോന പ്രസംഗം കേട്ട് നശിച്ചു പോകട്ടെ എന്ന്. Oh, what a different preacher he was. എന്തൊരു വ്യത്യാസമുള്ള പ്രസംഗം നോക്കണേ. But when you look at the results, എന്നാൽ അതിന്റെ ഫലം നോക്കിയാൽ all of Nineveh had a revival. നിനവയിൽ എല്ലായിടത്തും ഒരു ഉണർവ് വ്യാപിച്ചു. Now when we look at Jonah, ഇപ്പൊ യോനയെ നോക്കിയാൽ, and if I was in Jonah's place, ഞാൻ യോനയുടെ സ്ഥാനത്തായിരുന്നെങ്കിൽ I would have put that post on Instagram ഞാൻ ഉടൻ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ അതൊരു പോസ്റ്റ് ഇടുമായിരുന്നു. and Facebook.
അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഇടുവായിരുന്നു. telling that all of Nineveh has come to the Lord because of my ministry. എന്റെ ശുശ്രൂഷയിലൂടെ ഒരു ജനത മുഴുവൻ കർത്താവിലേക്ക് വന്നെന്ന് ഞാൻ പറയുമായിരുന്നു. That is exactly what any preacher would have done. അത് തന്നെയാണ് നമ്മുടെ സമയത്തുള്ള ഏതൊരു പ്രസംഗകനും ചെയ്യുക. But Jonah was upset. പക്ഷേ യോനയ്ക്ക് പ്രയാസമുണ്ടായി. Why did you save these people? എന്തിനീ ജനത്തെ രക്ഷിക്കണം? You could have destroyed them. നിങ്ങൾക്ക് ദൈവമേ അവരെ നശിപ്പിച്ചുകൂടെയോ? He wants to give God options. ദൈവത്തിന് ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ് യോന. Destroy the people. ഈ ജനത്തെ നശിപ്പിച്ചേക്ക്. But God saved. എന്നാൽ ദൈവം അവരെ രക്ഷിച്ചു. God saved the people. ദൈവം ജനത്തെ And he നോക്കി. was not happy about that. യോനക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. That is why, let me tell you this, the Jewish people were not happy about the Gentile salvation. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജാതികൾ രക്ഷ പ്രാപിക്കുന്നതിനോട് യഹൂദന്മാർക്ക് അത്ര പ്രിയമില്ല. They thought the salvation is for themselves. അവരുടെ രക്ഷ അവർക്ക് മാത്രം മതിയെന്നാണ് We പറയുന്നത്. are the chosen people. ഞങ്ങളാണ് തിരഞ്ഞെടുക്കപ്പെട്ടവർ. Do we think like that? Do we think like that? ഞങ്ങൾ അവരെ പോലെയാണോ? Do we think that we are the only chosen people? നമ്മൾ മാത്രമാണ് തിരഞ്ഞെടുക്കപ്പെട്ടവർ നമ്മൾ I got കരുതുന്നു. news for you. ഞാൻ പറയട്ടെ, God can surprise us. ദൈവത്തിന് നമ്മെ അത്ഭുതപ്പെടുത്താൻ കഴിയും. God can surprise us. ദൈവത്തിന് നമ്മെ അത്ഭുതപ്പെടുത്താൻ He കഴിയും. can choose anybody. അവൻ ആരെ വേണോ തിരഞ്ഞെടുക്കാം. He can choose anybody ദൈവം ആരെ വേണോ തിരഞ്ഞെടുക്കും. and make them into a somebody. ഒന്നിന് പകരമായി മറ്റൊരാളെ നിർത്തും. The reason for that is we are all nobodies. കാരണം ദൈവമുമ്പാകെ നമ്മൾ ആരും ഒന്നുമല്ല. ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. God chose us. ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. Ephesians, the book of Ephesians, the first chapter says എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നു, that God chose us by His grace. ദൈവം തന്റെ കരുണയാൽ നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. By His grace He chose us. അവന്റെ കൃപയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടത്. What is grace? എന്താണ് കൃപ? When we don't deserve it, we get it. നമുക്ക് യോഗ്യതയില്ലാത്തടത്ത് നമ്മെ കൊണ്ട് നിർത്തുന്നതാണ് കൃപ. We deserve to die. നാം മരണത്തിനായി He വിധിക്കപ്പെട്ടവരായിരുന്നു. gives us life. എന്നാൽ നമ്മെ ജീവനിലേക്ക് That കൊണ്ടുവന്നു. is grace. അതാണ് കൃപ. We deserve to go to hell. നാം നരകത്തിലേക്ക് He യോഗ്യരായിരുന്നു. gives us heaven. നമുക്ക് സ്വർഗം നൽകുന്നു. That is grace. അതാണ് ദൈവകൃപ. And that is the grace by which we are saved. ആ കൃപയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടത്. But the Jewish people didn't think that way. എന്നാൽ യഹൂദന്മാർ അങ്ങനെയല്ല They ചിന്തിക്കുന്നത്. thought we are the ones who are chosen. അവർ പറയുന്നത് ഞങ്ങൾ മാത്രം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ. And at that, with that backdrop, let me tell you, a Canaanite woman about whom they were not at all happy comes running to Jesus. ഈ പശ്ചാത്തലത്തിലാണ് ഒരു കനാന്യ സ്ത്രീ ഇവരാരും തന്നെ ഇഷ്ടപ്പെടാത്ത സമൂഹത്തിൽ നിന്ന് ഒരാൾ അവിടെ വരുന്നത്. The first thing I see about her is that she is crying out. ഇവിടെ നാം കാണുന്ന സ്ത്രീ ഒന്നാമത്തെ കാര്യം അവൾ കരഞ്ഞുകൊണ്ടാണ് വന്നത്. She is crying out. അവൾ നിലവിളിക്കുകയാണ്. She is not there sophisticated, standing and waiting for Jesus to come and put her case in front of him. അവൾ മറ്റുള്ളവരുടെ മുമ്പേ വളരെ മാന്യമായി നിന്നുകൊണ്ട് യേശുവേ ഒരു കാര്യം ചെയ്യണമെന്ന് അപേക്ഷിക്കുകയല്ല ചെയ്തത്. She is just crying out. അവൾ നിലവിളിച്ചുകൊണ്ട് വന്നു. She is not bothered what the disciples would think. ശിഷ്യന്മാർ എന്ത് കരുതുമെന്ന് അവൾ ചിന്തിച്ചില്ല. She is not bothered what her neighbors would think. തന്റെ അയൽക്കാരെന്ത് കരുതുമെന്ന് അവൾ ചിന്തിച്ചില്ല. She is not even bothered what Jesus would think. ഇനി യേശു തന്നെ എന്ത് കരുതുമെന്ന് അവൾ ചിന്തിച്ചില്ല. Because she trusts in Him. കാരണം അവൾ അവനിൽ വിശ്വസിച്ചു. She knows that He is going to answer. ഇവൻ എനിക്കൊരു മാറ്റം വരുന്ന അവൾ വിശ്വസിച്ചു. She is crying out. അവൾ കരഞ്ഞുകൊണ്ട് വന്നു. And when I look at her, I see something great about her. അവളെ കുറിച്ച് നോക്കിയാൽ മറ്റൊരു കാര്യം കാണാൻ കഴിയും. She addressed Jesus in a very specific manner. അവൾ യേശുവിനെ ഒരു പ്രത്യേക രീതിയിലാണ് അഭിസംബോധന ചെയ്തത്. She addressed Jesus as Lord, Son of David. അവൾ ക്രിസ്തുവിനെ വിളിച്ചത് കർത്താവേ ദാവീദ് പുത്ര എന്നാണ്. That was a very specific address. അത് ഒരു പ്രത്യേകതയുള്ള സവിശേഷതയുള്ള അഭിസംബോധനയാണ്. For 1,000 years, ഒരു 1000 വർഷക്കാലമായി before Jesus, യേശുവിന് മുമ്പേ there was a king called David. അവിടെ ദാവീദ് രാജാവുണ്ടായിരുന്നു. And when David was there, the kingdom of Israel was on the top. ദാവീദ് രാജാവായിരുന്ന കാലത്ത് ഇസ്രായേൽ സമൂഹം ഉന്നതിയിലായിരുന്നു. After David, the kingdom of Israel came down. ദാവീദിന്റെ ഭരണത്തിന് ശേഷം ഇസ്രായേൽ രാജ്യം തകർച്ചയിലേക്ക് വന്നു. And it was divided and fragmented. അത് പല വിഭാഗങ്ങളായി വിഭാഗിക്കപ്പെട്ടു. And they had lost the glory of Israel. ഇസ്രായേലിന്റെ മഹത്വം അവിടെ നഷ്ടമായി. For 1,000 years, people in Israel were waiting that there will be somebody who will come and occupy the throne of David. കഴിഞ്ഞ 1000 വർഷങ്ങളായി ഇസ്രായേൽ ജനം പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ ഒരുവൻ വരും. They were waiting for somebody to occupy the throne. ആ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവരെ അവർ കാത്തിരിക്കുകയാണ്. Every time a male child was born in a Jewish family, എപ്പോഴൊക്കെ ഒരു യഹൂദ കുടുംബത്തിൽ ഒരു ആൺകുഞ്ഞ് ജനിക്കുന്നുവോ, the people would run out in the streets and call David, David. ആ ദാവീദ് ദാവീദ് എന്ന് വിളിച്ചുകൊണ്ട്
ജനമെല്ലാം തെരുവിലൂടെ നൃത്തം ചെയ്യും. What that meant is that perhaps this is the boy who will occupy the throne of David. അവരുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുത്താൻ ദൈവം നൽകിയ പ്രജ ഇവനായിരിക്കുമോ. For 1000 years they were waiting. 1000 വർഷമായി അവർ കാത്തിരിക്കുന്നു. 1000 years later somebody came in to occupy the throne of David. 1000 വർഷത്തിന് ശേഷം ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ ആരെങ്കിലും വരുമോ? That was Jesus the son of David. അതായിരുന്നു ദാവീദ് പുത്രനായ യേശു. That was Jesus the son of David. അതായിരുന്നു ദാവീദ് പുത്രനായ യേശു. But a woman of a Syrophoenician origin, a Greek woman, a Canaanite woman, an outcast woman came and said to Jesus, son of David. എന്നാൽ ഒരു കനാന്യ സ്ത്രീ, ഒരു പുറംജാതിക്കാരിയായ ഗ്രീക്ക് യുവതി വന്നു കർത്താവിനെ കർത്താവേ ദാവീദ് പുത്ര എന്ന് വിളിച്ചു. She had done her homework well. അവൾ വരുന്നതിന് മുമ്പേ തന്റെ വീട്ടിലിരുന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് She called Jesus in a fashion that he would notice what she's calling him. അതെ, അവൾ യേശുവിനെ വിളിച്ചത് അവൾക്കുള്ള അനുഭവത്തിന്റെ പുറത്തായിരുന്നു, കർത്താവേ എന്ന്. And she said, have mercy on me. അവൾ പറയുന്നു, എന്നോട് കരുണ തോന്നണം. That's the greatest prayer one could have. അതാണ് ഒരുവന് ചോദിക്കാൻ ഏറ്റവും Have വലിയ mercy കാര്യം. on me. കരുണ തോന്നണം ദൈവമേ. What is our prayer this morning? നിങ്ങളുടെ പ്രാർത്ഥന ഇന്ന് എന്താണ്? Lord, have mercy on me. കർത്താവേ എന്നോട് കരുണ തോന്നണം. Lord, have mercy on me. കർത്താവേ എന്നോട് കരുണ തോന്നണം. The Pharisee stood and said that I do this, I do that, I fast, I pray, I give my tithe, I do all these things. പരീശന്മാർ വന്ന് ഞാൻ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു ഉപവസിച്ചു ഞാൻ ദശാംശം കൊടുത്തു എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, But the tax collector was standing at the back and beating his chest and said, have mercy on me. ചുങ്കക്കാരന് പിറകേറിന് മാറത്തടിച്ചുകൊണ്ട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. His prayer was heard. അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. His prayer was heard. അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. The prayer of the humble is always heard. താഴ്മയുള്ളവരുടെ പ്രാർത്ഥന എപ്പോഴും കേൾക്കും. If you are humble and you pray, നിങ്ങൾ താഴ്മ ധരിച്ച് പ്രാർത്ഥിച്ചാൽ there is a ear in heaven which is listening. നിങ്ങളുടെ സ്വർഗത്തിലെ ദൈവം അത് ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. God is listening. ദൈവം അത് ശ്രദ്ധിക്കുന്നുണ്ട്. Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. And she said, my daughter is suffering terribly from demon possession. അവൾ പറഞ്ഞു, എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കും. She had come to the right place. അവൾ നല്ല സ്ഥലത്താണ് എത്തിയത്. She came to the right place. അവൾ തക്കതായ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. She came to somebody who could drive out demons. ഭൂതങ്ങളെ പുറത്താക്കാൻ കഴിവുള്ള ഒരുവന്റെ അടുക്കലാണ് അവൾ വന്നത്. She came to somebody who had authority. അധികാരമുള്ള ഒരുവന്റെ അടുക്കൽ. She came to somebody who could solve her problem. തന്റെ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിവുള്ള ഒരാളുടെ അടുക്കൽ. But she came with a penitent heart. അവൾ ഒരു വിലപിക്കുന്ന ഹൃദയവുമായി വന്നു. She came humbly to the Lord. അവൾ വളരെ താഴ്മയുള്ളവളായി വന്നു. And now let us look at the response of Jesus. ഇപ്പോൾ യേശുവിന്റെ മറുപടി ശ്രദ്ധിക്കാം. Let me take you with me on this journey with Jesus. ഇപ്പൊ യേശുവിന്റെ കൂടെയുള്ള യാത്രയിൽ നിങ്ങളെ കൂടെ ഞാൻ വിളിക്കുകയാണ്. Imagine as the scene is happening right now and you and me are around this woman. നിങ്ങളും ഞാനും നിൽക്കുന്ന ഒരു കൂട്ടത്തിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നതെന്ന് കരുതുക. Jesus is standing or Jesus is walking. The disciples are walking with him. She comes running and she's crying out to Jesus, Jesus, have mercy on me. യേശു നടന്നു പോകുന്നു, ശിഷ്യന്മാർ കൂടെയുണ്ട്. ആ കൂട്ടത്തിൽ അവൾ ഓടി വന്ന് കരയുന്നു, കർത്താവേ കരുണ തോന്നണം. Imagine as if it is happening right now here. ഇപ്പൊ നമ്മുടെ മുമ്പ് ഇത് സംഭവിക്കുന്നത് കരുതുക. And when she cries out, she says, Son of David, Lord, have mercy on me. My daughter is demon possessed. യേശുവേ ദാവീദ് പുത്ര കരുണ തോന്നണം, എന്റെ മകൾക്ക് ഭൂതോപദ്രവം കടന്നുവരുന്നവർ കടഞ്ഞുകൊണ്ട് പറയുന്നു. What do you expect Jesus' response? യേശു എന്തു പറയുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? We know that every time we cry out, the Lord is answering. നമുക്കറിയാം എപ്പോഴെല്ലാം കർത്താവിനോട് കരഞ്ഞിട്ടുണ്ടോ കർത്താവ് ഉത്തരം But the നൽകാറുണ്ട്. Bible says otherwise. എന്നാൽ ബൈബിൾ ചിലത് വ്യത്യാസമായി പറയുന്നു. 23 verse number 23. 23-ാം വാക്യം 15-23. Jesus did not answer a word. അവൻ അവളോട് ഒരു വാക്കും പറഞ്ഞില്ല. Jesus did not answer a word. യേശു അവളോട് ഒരു വാക്ക് ഉത്തരം പറഞ്ഞില്ല. Jesus is still walking. യേശു പിന്നെയും നടക്കുകയാണ്. The woman is crying out. ആ സ്ത്രീ വീണ്ടും കരയുന്നു. Jesus is walking. യേശു നടന്നു പോകുന്നു. At this point of time we are thinking, what is happening here? ഈ സമയം നമ്മൾ ചിന്തിക്കും, അയ്യോ ഇനി എന്ത് പറ്റും? He is a compassionate God. അവൻ മനസ്സലിവുള്ള ദൈവമല്ലോ. He is a merciful അവൻ God. കരുണയുള്ള ദൈവമല്ലേ. He is a loving അവൻ God. സ്നേഹിക്കുന്നവനല്ലേ. Anybody who comes to him, he will not drive away. അവന്റെ അടുക്കളൊന്നും ആരെയും അവൻ തള്ളിക്കളയാറില്ലല്ലോ. But this woman is crying. പക്ഷെ ഈ സ്ത്രീ കരയുന്നു. She is crying out. അവൻ വീണ്ടും കരയുന്നു. But Jesus is walking. യേശു മിണ്ടാതെ നടക്കുന്നു. Jesus is not stopping. യേശു നിൽക്കുന്നില്ല. What is going on here? ഇവിടെ എന്ത് സംഭവിക്കുന്നു? And then we look at the response of the disciples. അവൾ പിന്നീട് ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞു. And the disciples came to him and urged him. അവന്റെ ശിഷ്യന്മാർ അടുക്കവൻ അവളോട് പറഞ്ഞു. One prayer prayed by the woman. ഈ സ്ത്രീയുടെ പ്രാർത്ഥന ഞാൻ കേൾക്കുന്നില്ല. Now the disciples are praying. ഇപ്പൊ
ഇപ്പൊ ശിഷ്യന്മാര് പ്രാർത്ഥിക്കുന്നു. Our disciples are supposed to be the people who are intercessors. അതെ, ഇതിന് മധ്യസ്ഥത വഹിക്കുന്ന ആൾക്കാരെ പോലെയാണ് ഇപ്പൊ ശിഷ്യന്മാർ നിൽക്കുന്നത്. And what are they praying to Jesus for? Urging him. ഈ ശിഷ്യന്മാരെന്താ യേശുവിനോട് പ്രാർത്ഥിക്കുന്നത്? They said, send her away for she keeps crying out after us. അവൾ കരഞ്ഞുകൊണ്ട് വരുന്നല്ലോ, അവളെ പറഞ്ഞയക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. Oh, is that a good response? എന്നിട്ടും ഒരു മറുപടിയും ഇല്ല. She is crying out after us. Send her away. Come on, get rid of her. അവൾ കരഞ്ഞോണ്ടിരിക്കല്ലേ, എന്തെങ്കിലും പറഞ്ഞ അവളെ ഒഴിവാക്കണം. We are supposed to intercede to the Lord. നാം പലപ്പോഴും ദൈവ മുമ്പാകെ മധ്യസ്ഥ വഹിക്കാറുണ്ട്. There are times when we want to drive people away. അത് ജനത്തെ പറഞ്ഞു വിടാൻ വേണ്ടിയാണോ? And they were thinking like this, we are the chosen people. We want to spend time with the Lord. We are looking for some privacy. This lady is coming and intruding. അവർ കരുതുന്നു ഞങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, ഞങ്ങൾ കർത്താവിനോട് അല്പേരം ഇരിക്കാൻ പോകുന്നു, അതിനിടയിൽ ഈ സ്ത്രീ നുഴഞ്ഞു കയറുന്നു, ഇവളെ പുറത്താക്കണം. Do you see the same heart that Jonah had in the disciples at this point of time? യോനയ്ക്കുള്ള അതേ മനോഭാവമാണ് ശിഷ്യന്മാരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നെന്ന് നാം കാണണം. Jonah didn't want the people to be saved. The people of Nineveh to be saved. നിനവേയുള്ള ജനം രക്ഷിക്കപ്പെടണമെന്ന് യോനയ്ക്ക് ഒരു ആഗ്രഹമില്ലായിരുന്നു. The disciples didn't want this lady to come behind them. ഈ സ്ത്രീ കൂടെ വരുവാൻ ശിഷ്യന്മാർക്കും താല്പര്യമില്ല. Send her away. അവരെ പുറത്താക്കണം. And then let's go ahead and see what Jesus responds. തുടർന്ന് യേശു എന്ത് പറഞ്ഞെന്ന് നോക്കാം. But let me tell you something about this woman. എന്നാൽ ഈ സ്ത്രീയെ കുറിച്ച് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. The first response that she gets from Jesus is that Jesus is not answering. യേശുവിങ്കൽ നിന്ന് അവൾക്ക് ലഭിച്ച ആദ്യ മറുപടി, the second response is that the disciples probably loudly are saying to Jesus, please get her out of here. ആദ്യ മറുപടി ലഭിച്ചില്ലെങ്കിൽ രണ്ടാമത് ശിഷ്യന്മാർ പറഞ്ഞു ഇവളൊന്ന് പറഞ്ഞേക്കണമേ എന്ന് പറഞ്ഞപ്പോ കിട്ടിയത് 2 big blows against her faith. അവരുടെ മുഖത്തേറ്റ വലിയ 2 അടി പോലെയായിരുന്നു. How should she respond? അവൾ എങ്ങനെ പ്രതികരിക്കും? She should have gone from there. അവൾ ഇത് കേട്ട് അവിടെ നിന്ന് ഓടിപ്പോകേണ്ടതാണ്. But let's see what happens after that. പക്ഷെ അവൾക്ക് എന്ത് സംഭവിച്ചെന്ന് നോക്കാം. And then Jesus answered. തുടർന്ന് യേശു പറഞ്ഞു, Oh, praise the Lord, now Jesus is answering. Praise the Lord, യേശു ഉത്തരം പറയാൻ പോവുകയാണ്. Finally he said something. അവസാനം യേശു എന്തെങ്കിലും പറഞ്ഞല്ലോ. Let us see what he's saying. എന്ത് പറഞ്ഞെന്ന് നോക്കാം. And he says, I was sent only to the lost sheep of Israel. യേശു പറഞ്ഞു, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്ക് അല്ലാതെ എന്നെ അയച്ചിട്ടില്ല. This is the third blow on her faith. ഇത് അവൾക്ക് ലഭിച്ച മൂന്നാമത്തെ അടിയായി. I was sent only to the lost sheep of Israel. എന്നെ ഇസ്രായേൽ ജനത്തിന്റെ ആടുകളുടെ അടുത്തേക്കാണ് ദൈവം അയച്ചത്. A big blow, a third blow to her faith. ആ സ്ത്രീയുടെ മുഖത്തേറ്റ മൂന്നാമത്തെ അടി. Does she turn away and go? എന്നിട്ട് അവൾ പോയോ തിരിച്ച്? Somewhere in her mind she might have thought, let me turn away and go, nothing is happening here. അവളുടെ മനസ്സിൽ ചിലപ്പോൾ തോന്നിക്കാണും, അയ്യോ ഇനി നിന്നിട്ട് കാര്യമില്ല, മടങ്ങിപ്പോയേക്കാം. But the Bible says in verse 25, the woman came and knelt before him. Lord help me, she said. എന്നാൽ 25 വാക്യം പറയുന്നു, അവൾ വന്ന് കർത്താവേ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. When she got 3 blows on her faith, that did not weaken her, that made her even more stronger. എതിർപ്പിന്റെ നിരാശയുടെ 3 അടി അവൾക്ക് ലഭിച്ചിട്ടും അവൾ പിന്മാറിയില്ല. അവൾ വീണ്ടും വന്ന് യേശുവിനെ നമസ്കരിച്ചു. She became more persistent. അവൾ കൂടുതൽ ശാഠ്യത്തോടുകൂടി വന്നു. She was only crying out. അവൾ നിലവിളിച്ച് പറഞ്ഞു ഇതുവരെ. Now she is kneeling down and crying out. ഇപ്പോൾ അവൾ അത് മുട്ടുകുത്തി എന്ന് കരയുകയാണ്. Now she is kneeling and crying out. ഇപ്പോൾ അവൾ മുട്ടുകുത്തി എന്ന് അവനെ നമസ്കരിക്കുകയാണ്. Isn't that beautiful? Isn't that beautiful? അത് വളരെ സന്തോഷകരമുള്ള കാര്യമല്ലേ? Isn't this woman teaching us something to this morning? ഈ സ്ത്രീ നമ്മോട് വല്ലതും പഠിപ്പിക്കുന്നുണ്ടോ ഈ കാര്യത്തിൽ? She is telling us how to pray. അവൻ എങ്ങനെ പ്രാർത്ഥിക്കണം അവൾ നമ്മെ പഠിപ്പിക്കുകയാണ്. Cry out. ആദ്യം നിലവിളിക്കണം. Ask for mercy. കരുണയ്ക്കായി യാചിക്കണം. If he doesn't answer, ഉത്തരം ലഭിച്ചില്ലെങ്കിലോ kneel down and pray. മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിക്കണം. Kneel down and pray. മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിക്കണം. Hallelujah. 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 Lord help me, she said. കർത്താവേ എന്നെ സഹായിക്കണമേ. And then Jesus replied again. അപ്പോൾ യേശു വീണ്ടും പറഞ്ഞു. Now Jesus is talking. ഇപ്പോൾ യേശു വീണ്ടും പറഞ്ഞു. He is replying. അവൻ മറുപടി പറഞ്ഞു. Woman is kneeling down right here. ഈ സ്ത്രീ അവന്റെ മുമ്പ് മുട്ടുകുത്തി നിൽക്കുന്നു. Jesus is standing here. യേശു നിൽക്കുന്നു. All the disciples here. ശിഷ്യന്മാർ ചുറ്റുമുണ്ട്. People are watching. ജനം ഇത് കാണുന്നുണ്ട്. People might be mocking her. ഇപ്പോൾ ജനം ഇവളെ പരിഹസിക്കുന്നുണ്ടാകാം. Laughing at her. ഇവളെ കണ്ട് പരിഹസിക്കുന്നുണ്ടാകാം. Now comes the final blow. ഇപ്പോഴാണ് അവസാനത്തെ അടി കിട്ടിയത്. Final blow against her faith. അവസാനത്തെ അടി അവന്റെ മുഖത്ത് കിട്ടി. He replied. യേശു പറഞ്ഞു. 26 words it says, it is not right to take the children's bread and toss it
to their dog. 26-ാം വാക്യത്തിൽ യേശു പറഞ്ഞു മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല. Oh, that is such a difficult saying. ഇത് അല്പ കട്ടിയായി പോയി. And we think, why did Jesus say that? എന്തുകൊണ്ടാ യേശു ഇങ്ങനെ പറഞ്ഞത്? What Jesus calling her a dog? എന്തിനാ യേശു അവളെ പട്ടിയെന്ന് What വിളിച്ചത്? is happening here? ഇവിടെ എന്ത് സംഭവിക്കുന്നു? Our God is a merciful God. ദൈവം കരുണയുള്ള ദൈവമല്ലേ? And why is Jesus saying this? എന്തുകൊണ്ടാ യേശു ഇങ്ങനെ പറഞ്ഞത്? First he says, I am sent only to the lost children of Israel. ആദ്യം പറഞ്ഞു ഇസ്രായേലിനെ നഷ്ടപ്പെട്ട ആടിന്റെ അടുത്തേക്ക് എന്നെ അയച്ചത്. Lost sheep of Israel. അത് നഷ്ടപ്പെട്ട ഇസ്രായേലിന്റെ അടുത്തേക്ക്. He calls them sheep. ആ നഷ്ടപ്പെട്ട ആടിനെ നേടുവാൻ. When he's talking to her, അവളോട് സംസാരിച്ചു തുടങ്ങിയപ്പോൾ, when he's talking to the Gentiles, ജാതികളെ നോക്കി സംസാരിച്ചപ്പോൾ, he's saying, അവൻ പറയുന്നു, it is not right to take the children's bread and toss it to the dog. മക്കളുടെ അപ്പം എടുത്ത് ആരെങ്കിലും നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുമോ? The woman is there kneeling down. ഈ പാവസ്ത്രീ മുട്ടുകുത്തി എന്ന് കരയുകയാണ്. Jesus is speaking to her. യേശു അവളോടാണ് The പറഞ്ഞത്. disciples heard this. ശിഷ്യന്മാർ ഇത് കേട്ടു. They are feeling very happy. അവർക്ക് വലിയ സന്തോഷമാണ്. And they are straightening their collars. അവർ തങ്ങളുടെ കോളറൊക്കെ പിടിച്ച് നേരെയാക്കി. We are the children of Israel. നമ്മളൊക്കെ ഇസ്രായേൽ You are ജനമാണ്. a dog. ഇതൊക്കെ പട്ടികൾ. That's what you are. അതല്ലേ പറഞ്ഞത്? We are the chosen ones. നമ്മളൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ടവർ. We are lost. നമ്മൾ നഷ്ടപ്പെട്ടു പോയിരുന്നു. But still we are the sheep. എങ്കിലും ഞങ്ങൾ ആടിന്റെ കൂട്ടത്തിലാണ്. They might be giggling. അവരങ്ങനെ The other people looking at her might be mocking her. See what a spectacle she is making of herself. ബാക്കിയുള്ള ചുറ്റുമുള്ളവർക്ക് പരിഹസിച്ച് ഇവർക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടോ? And this is going on between Jesus and her. ഇതാണ് യേശുവും ആ സ്ത്രീയും തമ്മിലുള്ള. I'm going to tell you why this happened. എന്തുകൊണ്ട് സംഭവിച്ചെന്ന് ഞാൻ പറയാം. But let us look at her response. Let us look at her response. അവളുടെ മറുപടി കൂടെ നോക്കിയിട്ട് പറയാം. If I was in the place of the woman, ഞാനാണ് ആ സ്ത്രീയുടെ ഭാഗത്തെങ്കിൽ I would have just left. ഞാൻ ആ സമയം ഓടിപ്പോവാൻ. What would you have done? നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? We would have left. നമ്മളെല്ലാം ഓടിപ്പോയേനെ. Oh, such big insult. അത്രയും വലിയ അപമാനം. I just don't want to talk to him. ഇനി എനിക്ക് സംസാരിക്കാനില്ല. They say he's so merciful. എല്ലാരും പറയുന്നു കരുണയുള്ള ദൈവം. Look at the way he's speaking to me. പക്ഷെ അദ്ദേഹം പറഞ്ഞ വാക്ക് കേട്ടില്ലേ? But what this woman did എന്നാൽ ഈ സ്ത്രീ എന്ത് ചെയ്തു? was so spectacular. ഇത്രയും ജനത്തിന്റെ മധ്യേ So profound. അവൾ And verse 27. എന്റെ 27-ാം വാക്യം. And let me read you her response. അവളുടെ മറുപടി അതിനകത്ത് ഞാൻ വായിച്ചു തരാം. The first word that she said. ആദ്യം അവൾ പറഞ്ഞ വാക്ക് Yes, Lord. അതേ കർത്താവേ. Hallelujah. ഹല്ലേലൂയ. At this point of time, when I hear this word from here, I have tears in my eyes. My emotions are all up. Because she said, yes, Lord. ഈ വാക്ക് കേട്ടപ്പോൾ അവൾ അതേ കർത്താവേ എന്ന് പറഞ്ഞു. വാസ്തവമായി എന്റെ ഹൃദയം തകർന്നു പോകുന്നു, എന്റെ കണ്ണുകൾ നിറയുന്നു. അവൾ പറഞ്ഞു അതേ കർത്താവേ. He was talking to her about taking the bread and throwing it to the dogs. അപ്പന്റെ മക്കളുടെ അപ്പം എടുത്ത് പട്ടികൾ കൊടുക്കണമെന്ന് പറഞ്ഞ യേശുവിനോട് അവൾ പറഞ്ഞു അതേ കർത്താവേ. And he didn't even say no offense. He just offended her. അതൊന്നും തന്നെ ഒരു പ്രതീക്ഷ ഇല്ലാത്ത അവസരത്തിൽ അവൾ വീണ്ടും മറുപടി പറയുന്നു. And she said, yes, Lord. അതേ കർത്താവേ. Yes, Lord. അതേ കർത്താവേ. Hallelujah. ഹല്ലേലൂയ. That is the kind of heart she had. അത്തരം ഒരു ഹൃദയമായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. Now let us see her amazing response. ഇനി അവൾ പറഞ്ഞ അത്ഭുതകരമായ മറുപടി കേൾക്കുക. Lord, if that is the logic, അത് കർത്താവ് അത് പറഞ്ഞല്ലോ. here is my logic. ഇത് എന്റെ കാര്യം. But even the dogs eat the crumbs that fall from their master's table. നായ്ക്കുട്ടികൾ ഉടയവന്റെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. Even the dogs eat the crumbs that fall from the master's table. ഈ ഉടയവന്റെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്ന പട്ടിക്കുട്ടികളുണ്ട്. What she's saying is this. അവൾ പറഞ്ഞ കാര്യം ഇതാണ്. Sheep or dog doesn't matter. ആടാകട്ടെ പട്ടിയാകട്ടെ കാര്യമില്ല. What matters is who is the master. ആരാണ് എന്റെ ഉടയവൻ എന്നുള്ളതാണ് പ്രധാനം. Who is the master? എന്റെ ഉടയവൻ ആരാകുന്നു? That matters. അതാണ് കാര്യം. I have come to the master. ഞാൻ എന്റെ യജമാനന്റെ അടുക്കലാണ് വന്നത്. അതാണ് കാര്യം. That is the important thing. അതാണ് പ്രധാനമുള്ള കാര്യം. I don't care what people say. ജനം എന്നെ കുറിച്ച് എന്ത് പറയുന്നു ഞാൻ ചിന്തിക്കുന്നില്ല. I only care that you are my master. ഞാൻ വന്നിരിക്കുന്ന അങ്ങന്റെ കർത്താവാകയാലത്രേ. People of God, Jesus was not calling her a dog. ദൈവജനമേ, ഇത് നിങ്ങൾക്കായുള്ള ദൂതാണ്. The Jewish people were thinking about people as dogs, the Gentiles as
as dogs. പുറത്തുള്ള ജാതികൾ ദൈവസന്നിധിയിൽ വരുന്നതിനെ പരിഹസിക്കുന്ന ഒരു ജനമുണ്ടാകാം. But this transaction that is going on between this woman and Jesus was not to teach her a lesson, but to teach the disciples a lesson. യേശുവും ഈ സ്ത്രീയും തമ്മിൽ നടന്ന ഈ കാര്യം അവളെ ഒരു പാഠമല്ല പഠിപ്പിച്ചത്, മറിച്ച് അഹങ്കാരികളായ ശിഷ്യന്മാരെയാണ് പാഠം പഠിപ്പിച്ചത്. She said, but even the dogs eat the crumbs that fall from their master's table. അവൾ പറഞ്ഞു, ഉടയവന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ കഴിച്ചുകൊണ്ടുള്ള നായ്ക്കുട്ടികളുണ്ടല്ലോ. Lord, I don't care what the Jewish people say. കർത്താവേ, യഹൂദന്മാർ എന്നെ എന്ത് വിളിച്ചാലും ഞാൻ കാര്യമാക്കുന്നില്ല. I care about one thing. ഞാൻ ഒരു കാര്യം മാത്രം ചിന്തിക്കുന്നു. You are the master. അങ്ങാണ് എന്റെ യജമാനൻ. You are the master. അങ്ങാണ് എന്റെ കർത്താവ്. You are the master. അങ്ങാണ് എന്റെ ഉടയവൻ. You feed them. അങ്ങ് അവരെ പോഷിപ്പിച്ചോളൂ. And you feed us. അതുപോലെ എന്നെയും പോഷിപ്പിക്കണം. You feed them. അങ്ങ് അവരെ പോഷിപ്പിക്കുക. And you feed us. ഞങ്ങളെയും പോഷിപ്പിച്ചാലും. People of God, let me tell you something. ദൈവജനമേ, ഞാനൊരു കാര്യം പറയട്ടെ. Don't misunderstand Jesus. യേശുവിനെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. The first place why he walked 50 kilometers or 50 miles was to go to this woman. എന്തിനാണ് അവൻ 50 മൈൽ ദൂരം സഞ്ചരിച്ചത്? ഇക്കാര്യം ജനത്തിന് പറഞ്ഞു കൊടുക്കാനായിരുന്നു. Even before he started the journey, this woman was in his mind. ഇവൻ ഈ യാത്ര തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഈ അന്യജാതിക്കാരെ സ്ത്രീയെ യേശുവിന് അറിയാം. He knew about her faith. അവളുടെ മുഖം, അവളുടെ വിധി എന്തെന്ന് അവൻ അറിയാം. He knew that he is going to do a mighty miracle for her. അവൾക്ക് വേണ്ടി വലിയ അത്ഭുതം താൻ ചെയ്യാൻ പോകുന്നത് യേശുവിന് മുമ്പിട്ട് അറിയാം. He knew that she is his daughter. അവൾ തന്റെ മകളാണ് എന്ന് യേശുവിന് മുമ്പേ അറിയാം. And that he loves her. അവൻ അവളെ സ്നേഹിച്ചു എന്നത് സത്യമാണ്. And he is going to do a mighty thing for her. അവൾക്കായി വലിയ കാര്യം തന്നെ യേശു ചെയ്യാൻ പോകുകയാണ്. But that he wanted to teach the disciples and teach us. എന്നാൽ തന്റെ കൂടെയുള്ള ശിഷ്യന്മാരെയും നമ്മെയും യേശു ഒരു കാര്യം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. The attitude that we need to have to go to the feet of Jesus. യേശുവിന്റെ കാൽക്കൽ ഇരിക്കുന്നവരുടെ നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? Every time Jesus had an argument with somebody, ആരോടൊക്കെ യേശു എപ്പോഴൊക്കെ പ്രതിവാദത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ, he used to have arguments. The people who used to have arguments with him, the Pharisees had the argument, the Herodians had, the Sadducees had. ജനങ്ങൾ പൊതുവായും പരീശന്മാര് സദൂക്യന്മാര് എല്ലാവരും തന്നെ യേശുവിനോട് സംവാദിച്ചിട്ടുണ്ട്. The great masters of the law had an argument with Jesus. ന്യായപ്രമാണത്തിലെ വലിയ വലിയ ന്യായശാസ്ത്രജ്ഞർ അവനോട് വാദിച്ചിട്ടുണ്ട്. Every time there was an argument, we see that Jesus won the argument. എവിടെയെല്ലാം ഇങ്ങനെ ഒരു വാദമുണ്ടായിരുന്നു അവിടെയെല്ലാം യേശു ജയിച്ചതായിട്ടാണ് നാം കാണുന്നത്. Jesus never lost an argument. ഒരിടത്തും യേശു വാദിച്ച് പരാജയപ്പെട്ടിട്ടില്ല. He can never lose an argument. ഒരിക്കലും ഒരു വാദത്തിലും യേശുവിനെ തോൽപ്പിക്കാനായിട്ടില്ല. This is the first time and the only time where Jesus is choosing to lose an argument. ഈ ഏക ഒരു തവണ മാത്രമാണ് യേശു സ്വയം ഒരു പരാജയം ഈ ചർച്ചയിൽ ഏറ്റുവാങ്ങിയത്. And he says in verse 28, അവൻ 28-ാം വാക്യത്തിൽ പറയുന്നു, woman, സ്ത്രീയെ, you have great faith, your request is granted. നിന്റെ വിശ്വാസം വലിയ, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. Woman, you have great faith, your request is granted. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയ, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. The woman kneeling down there, ഇവിടെ മുട്ടുകുത്തി നിൽക്കുന്ന സ്ത്രീ, she might be in tears. അവൾ അത് കണ്ണുകൾ നിറയുന്നു, her head bowed down. അവളുടെ മുഖം കുനിഞ്ഞിരിക്കുന്നു. But then when Jesus said to her, അപ്പോൾ യേശു അവളോട് പറഞ്ഞു, woman, great is your faith, your request is granted. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയ, നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ. She looks up. അവൾ എഴുന്നേറ്റു. No more sadness on the face. ഇനി ഇപ്പൊ മുഖത്ത് കണ്ണീരില്ല. Now she is smiling. ഇപ്പോൾ അവൾ പുഞ്ചിരിക്കുകയാണ്. There are tears in the eyes. അവളുടെ മുഖത്ത് കണ്ണുനീർ, tears of happiness. ഇപ്പോൾ ആനന്ദ കണ്ണീരായിരിക്കും, Tears of joy. സന്തോഷത്തിന്റെ കണ്ണീരായിരിക്കും. Because God has answered her prayer. കാരണം ദൈവം അവളുടെ പ്രാർത്ഥന നൽകി. God has answered her prayer. ദൈവം അവളുടെ പ്രാർത്ഥന കേട്ടു. God has answered her prayer. ദൈവം അവളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. He did not have to go and lay hands on her daughter. ആ യേശു അവളുടെ മകളുടെ മേൽ കൈയൊന്നും വെച്ചില്ല. He didn't have to go and lay hands or rebuke the demon. അവൻ പോയി ആ ഭൂതത്തെ ശാസിച്ചുമില്ല. He just spoke to her. യേശു അവളോട് പറഞ്ഞു, the demon was gone. ആ പറഞ്ഞ മാത്രമേ ഭൂതം He just spoke to her. ജസ്റ്റ് അവളോട് പറഞ്ഞതേ ഉള്ളൂ. The demon was gone. മകളുടെ സൗഖ്യമായി. Because he is the King of Kings. കാരണം അവൻ രാജാതി He is the Lord of Lords. അവൻ കർത്താതി കർത്താവ്. He is the King of Kings. അവൻ രാജാതി രാജാവ്. The Lord of Lords. കർത്താതി കർത്താവ്. He has authority in heaven and earth. അവന് സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരവുമുണ്ട്. Speaks and it happens. അവൻ സംസാരിച്ചാൽ അത് സംഭവിക്കും. But when we go to him, നാം അവന്റെ അടുക്കലേക്ക് let പോകുമ്പോൾ us go with a humble heart. ഒരു താഴ്മയുള്ള ഹൃദയത്തോടെ പോകണം. Let us go with a heart like this woman. ഈ സ്ത്രീയെ പോലെ താഴ്മയുള്ള ഹൃദയം. Let us go with a heart like this woman. ഈ സ്ത്രീയെ പോലെ താഴ്മയുള്ള ഹൃദയം. Let me tell you a secret. ഒരു രഹസ്യം ഞാൻ പറയാം. If you have a heart like this, നിങ്ങൾക്ക് ഇതുപോലെ ഹൃദയമുണ്ടെങ്കിൽ you can touch God's heart. നിങ്ങൾക്ക് യേശുവിന്റെ കരം തൊടുവാൻ You കഴിയും. can touch the heart of Jesus. നിങ്ങൾക്ക് യേശുവിന്റെ ഹൃദയത്തെ സ്പർശിക്കാൻ കഴിയും. You can touch the heart of Jesus. നിങ്ങൾക്ക് യേശുവിന്റെ ഹൃദയത്തെ തൊടാൻ കഴിയും. Do you want to touch the heart of Jesus? നിങ്ങൾക്ക് യേശുവിന്റെ ഹൃദയത്തെ തൊടണമോ? Humble yourself. നിങ്ങൾ തന്നെ താഴ്ത്തുക. Be humble in front of the Lord.
കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങളെ തന്നെ താഴ്ത്തുക. This woman with a blood issue once came to Jesus. ഈ രക്തസ്രാവക്കാരിയായ സ്ത്രീ യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ She came and she had heard about him. അവൾ അവനെ കുറിച്ച് കേട്ടത് കൊണ്ടാണ് വന്നത്. 12 years she had gone to all the doctors. 12 വർഷമോൾ വിവിധ വൈദ്യന്മാരുടെ അടുക്കൽ ചെന്നു. No healing at all. ഒരു സൗഖ്യവുമില്ല. And she had lost all her money. അവൾ തന്റെ സമ്പത്തൊക്കെ നഷ്ടമാക്കി. Now she heard. ഇപ്പോഴവൾ കേട്ടു, there is one doctor who is coming in the city. ഒരു മഹാവൈദ്യനായ കർത്താവ് പട്ടണത്തിൽ വരുന്നുണ്ട്. One doctor with 12 interns with him. ഒരു വൈദ്യൻ നമ്മുടെ മധ്യേ വരുന്നുണ്ട്. No OPD. അവിടെ OP ടിക്കറ്റ് ഇല്ല. No clinic. അവിടെ ക്ലിനിക് ഇല്ല. No operation theater. അവിടെ ഓപ്പറേഷൻ തിയേറ്റർ ഇല്ല. No pharmacy. അവിടെ ഫാർമസി ഇല്ല. No case paper. അവിടെ ഒരു കേസും ഇല്ല. He's just walking. അവൻ വെറുതെ നടക്കുകയാണ്. And she decides in her mind. അവൾ എന്റെ മനസ്സിൽ ചിന്തിച്ചു. And she makes a decision in her heart. അവൾ അവളുടെ ഹൃദയത്തിൽ ഒരു ചിന്ത ഉരുവാക്കി. I'm going to touch him. ഞാൻ പോയി അവനെ തൊടും. She was weak. അവൾ ബലഹീനയാണ്. 12 years of bleeding. 12 വർഷമായി രക്തസ്രാവം. No strength. ഒരു ശക്തിയുമില്ല. But she decided. പക്ഷെ അവൾ ചിന്തിച്ചു, I am going to meet him. ഞാൻ ഏതു വിധേന അവനെ തൊടും. If I can't meet him, എനിക്ക് അവനെ കാണാൻ പറ്റിയില്ലെങ്കിൽ I'm going to touch him. ഞാൻ അവനെ തൊടാൻ ശ്രമിക്കും. If I can't touch him, എനിക്ക് അവനെ തൊടാൻ പറ്റിയില്ലെങ്കിൽ I'll touch the hem of his garment. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും ഞാൻ തൊടും. She went there. അവൾ അവിടേക്ക് പോയി. She went there. അവൾ അടുത്തെത്തി. She saw the crowd. വലിയ ജനക്കൂട്ടം കണ്ടു. She could not see Jesus. അവൾക്ക് അവന്റെ മുഖം കണ്ടുകൂടാ. But suddenly she gets a glimpse of him. പക്ഷേ അത് അല്പമായ വസ്ത്രത്തിന് തൊങ്ങൽ കാണാം. And she knows in her heart. അവൾ അവളുടെ ഹൃദയത്തിൽ ചിന്തിച്ചു, today this doctor is going to heal me. ഇന്നതാ ഈ ഡോക്ടർ എന്നെ സൗഖ്യമാക്കും. Probably she tried 1, 2, 3 times. അവൾ 1, 2, 3 തവണ അവനെ തൊടാനായി ആഞ്ഞു കാണും. But she could not do it. പക്ഷെ പറ്റുന്നില്ല. People pushed her probably. കൂടെയുള്ളവർ അവനെ തള്ളി പുറത്താക്കും. She fell down. അവൾ താഴെ വീണേക്കാം. Got up. വീണ്ടും എഴുന്നേറ്റു. I'm not going to give up. ഞാനിത് വിട്ടുകൊടുക്കില്ല. And finally she got her moment. അവസാനം അവളുടെ നിമിഷം വന്നു. As she pushed through the crowd, അവൾ ജനത്തിന്റെ ഇടയിലൂടെ തിക്കി. she saw the hem of the garment. യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ അവൾക്ക് കാണാം. She jumped and caught the hem of the garment. ആ നിമിഷം അവൾ ചാടി അതിനൊന്ന് തൊട്ടു. The Bible says at that moment she was healed. ബൈബിൾ പറയുന്നു ആ നിമിഷം അവൾ സൗഖ്യമായി. That moment she was healed. ആ നിമിഷം അവൾ സൗഖ്യമായി. But the greater thing is this. അതിനേക്കാൾ വലിയ കാര്യം, Jesus was walking. യേശു അവിടെ നിന്നു. Jesus was walking. യേശു നടക്കുകയായിരുന്നു. But Jesus stopped. യേശു അവിടെ നിന്നു. A touch of faith ഒരു വിശ്വാസത്തിന്റെ സ്പർശനം made God stop. ദൈവത്തിന്റെ യാത്ര അവിടെ നിർത്തിച്ചു. God was walking. ദൈവം നടക്കുകയായിരുന്നു. God stopped. ദൈവം അവിടെ നിന്നു. God turned around അവൻ തിരിഞ്ഞു. and said, who touched me? ചോദിച്ചു, ആരാണ് എന്നെ തൊട്ടത്? People of God, we've been crying, God touch me, touch me, touch me all the ദൈവജനമേ, time. പലപ്പോഴും നമ്മൾക്കറിയാം ദൈവം എന്നെ തൊടണം, എന്നെ തൊടണം, എന്നെ തൊടണം എന്നാണ്. God wants you to touch him with a touch of faith. വിശ്വാസത്തോടുകൂടി നീ അവനെ തൊടണമെന്നാണ് ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. Today Jesus is walking in the sanctuary. ഇന്ന് യേശു ഈ വിശുദ്ധ മന്ദിരത്തിലൂടെ നടക്കുന്നുണ്ട്. He is walking near you. അവൻ നിന്റെ അടുക്കലായിട്ടുണ്ട്. Stretch forth your hand. നിന്റെ കൈ ഒന്ന് നീട്ടുമോ? Touch the hem of his garment. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും Touch the hem തൊടുമോ? of his garment. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും And God തൊടുമോ? will answer your prayer. ദൈവം നിന്റെ മറുപടി നൽകും. And God will answer your prayer. ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം God നൽകും. will stop near you. ദൈവം നിന്റെ പ്രയാസങ്ങൾ മാറ്റും. And he will heal your diseases. അവൻ നിന്റെ സകല രോഗവും സൗഖ്യമാക്കും. He will take the depression out of your heart. അവൻ നിന്റെ മനസ്സിന്റെ സകല തകർച്ചയും മാറ്റിത്തരും. The financial problems that you've been facing, God will take them away from you. നീ നേരിടുന്ന സാമ്പത്തിക ഞെരുക്കം കർത്താവ് ഒരു നിമിഷം കൊണ്ട് If മാറ്റിക്കളയും. you are struggling with a heart that is not right with God, God will set it right today. അയ്യോ, ഞാൻ ദൈവത്തിന്റെ നേരായി നടക്കുന്നില്ല എന്നുള്ള പ്രയാസം നിനക്കൊണ്ട് ദൈവം ഇപ്പോഴത് നേരെയാക്കി തരും. If you are still struggling with sin, God will take away that sin today. പാപത്തോടുള്ള പോരാട്ടത്താൽ നീ വലഞ്ഞിരിക്കുന്നു, ദൈവം നിന്നെ ഇന്ന് വിടുവിക്കും. If you are struggling with addiction, God will take that addiction away today. നിങ്ങൾ മദ്യത്തിനോ മയക്കുമരുന്നിനോ അടിമയായിരിക്കുന്നു, കർത്താവ് ഒരു നിമിഷം കൊണ്ട് അത് മാറ്റിത്തരും. He is here right now, അവൻ ഇപ്പോൾ നിന്റെ അടുക്കൽ walking in your midst. നിന്റെ അടുക്കൽ നടക്കുന്നുണ്ട്. Stretch forth your hand. നിന്റെ കൈ നീട്ടിയോ തൊടുമോ? Touch the hem of his garment. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊടുക. Lord, in the name of Jesus, we come to your throne of grace once again. പിതാവേ, കർത്താവ് യേശുവിന്റെ നാമത്തിൽ അടിയങ്ങൾ അങ്ങനെ സന്നിധിയിലേക്ക് We വരുന്നു. bow down before you. തിരുസന്നിധിയിൽ ഞങ്ങൾ മുട്ടുകുത്തുന്നു. Have mercy on us. ഞങ്ങളോട് കരുണ We are തോന്നണം. sinners, Lord. ഞങ്ങളോട് കരുണ തോന്നണം. We are not special people. ഞങ്ങൾ ഒട്ടും വിശേഷതയുള്ളവരല്ല. We are ordinary people. ഞങ്ങൾ സാധാരണക്കാരല്ലോ. But we have a mighty God. എങ്കിലും ഞങ്ങളുടെ ദൈവം ഉന്നതനാകുന്നു. We have a mighty God. ഞങ്ങളുടെ ദൈവമോ ഉന്നതനത്രേ. We stretch forth our hands. ഇപ്പോൾ അടിയങ്ങളെ ഞങ്ങളുടെ കൈ നീട്ടുന്നു. And we offer a prayer of supplication to you. കർത്താവേ, അടിയങ്ങളുടെ പ്രാർത്ഥനകൾ അപേക്ഷകൾ അങ്ങ് ഏൽപ്പിക്കുന്നു. Answer a prayer. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം Father, in the നൽകണം. name of Jesus, if there are some people who are sick and crying out to you right now, പിതാവേ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ രോഗികളായി ഞങ്ങളുടെ സന്നിധിയിൽ കരയുന്നു. as your servant, I want to rebuke the
get sickness in Jesus' name. അങ്ങയുടെ ദാസൻ എന്ന നിലയിൽ എനിക്ക് നൽകിയ അധികാരത്താൽ ഈ രോഗശക്തികളെ ശാസിക്കുന്നു. Be gone in Jesus' name. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുക. Be gone in Jesus' name. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കുക. People with demon possession. ഇപ്പോൾ വിവിധ ബന്ധനങ്ങളിലായിരിക്കുന്നവർ, Oh demon, you don't have the right over these people. Get out in Jesus' name. അശുദ്ധാത്മ ശക്തികളുടെ യേശു നൽകിയ അധികാരത്തിന്റെ നാമത്തിൽ ഇവയെ ഇപ്പോൾ പുറത്താക്കുന്നു. People with depression. മനസ്സ് തകർന്നിരിക്കുന്ന ജനത്തോട് Let depression be gone in Jesus' name. ഇപ്പോൾ അവരുടെ ഡിപ്രഷൻ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. The financial, economical problems that people are facing. ജനം നേരിടുന്ന സാമ്പത്തിക ഞെരുക്കങ്ങൾ Let your heavens open for them in Jesus' name. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അതെല്ലാം സമ്പത്തായി മാറട്ടെ. Let hearts change. Let hearts be giving hearts this morning. കർത്താവിന്റെ ഹൃദയത്തിൽ മാറ്റമുണ്ടായി ഒരു വിശുദ്ധ Help us ഹൃദയമാകണം. to sow in a kingdom so that we will reap. കർത്താവെ വലിയ രീതിയിൽ കൊയ്യുവാനുള്ള ഒരു കൊയ്ത്തടി ഞങ്ങൾക്ക് നൽകണം. Lord, I pray especially for the addiction of porn this morning. കർത്താവെ വിവിധമായ മയക്കുമരുന്ന് മദ്യപാനത്തിന് അടിമകളായിരിക്കുന്നവർക്ക് In പ്രാർത്ഥിക്കുന്നു. the name of Jesus, we break it. യേശുക്രിസ്തു നാമത്തിൽ ആ ബന്ധനത്തെ ഞങ്ങൾ തകർക്കുന്നു. We break it in Jesus' യേശുവിന്റെ name. നാമത്തിൽ ആ ബന്ധനത്തെ തകർക്കുകയാണ്. Let your name be glorified. തിരുനാമം മാത്രം മഹത്വപ്പെടട്ടെ. Help us to live a pure life. ഒരു വിശുദ്ധ ജീവിതം അവർക്ക് നൽകണം. Help us to live a holy life. അവരൊരു വിശുദ്ധ ജീവിതം നയിക്കട്ടെ. Because you are a holy, holy, holy God. കർത്താവ് അങ്ങ് വിശുദ്ധന്മാരിൽ അതിവിശുദ്ധനല്ലോ. We give you glory, സകല മഹത്വം അങ്ങേ കർത്താവ്. honor, മഹത്വമാനവും and praise. പുകഴ്ചയും In Jesus' name I pray. യേശുവിൻ നാമത്തിൽ In പ്രാർത്ഥിക്കുന്നു. Jesus' name I pray. യേശുവിൻ നാമത്തിൽ In പ്രാർത്ഥിക്കുന്നു. Jesus' name I pray. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. Amen. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും എഴുന്നേൽക്കാം.